യെസ്, രവീന്ദ്രൻ ഹിയർ. കൺസൈൻമെന്റ് ഓർഡർ കിട്ടി. ഇന്ന് തന്നെ അയക്കാം. ഇല്ല ഇല്ലെന്നേ. 1 സെക്കൻഡ്. യെസ്, അതെ. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ പറ്റില്ലാന്ന്. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പോർട്ട് ലോട്ടിൽ നിന്ന് റിജക്ട് ചെയ്ത ഐറ്റംസ് മുഴുവൻ നിങ്ങളുടേതാണ്. അതിന് തൂങ്ങേണ്ടി വന്നത് ഞാനും. ഐ എം വെരി സോറി. മിസ്റ്റർ ശിവരാമൻ, കൊളംബിയ ഏജൻസീസിന്റെ ഓർഡർ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതൊക്കെ ശരിയാക്കാവുന്നേ. ഓക്കെ, താങ്ക് യു. വണ്ടി വിടല്ലേ, ആളിറങ്ങണം. ഒന്ന് വേഗം ഇറങ്ങ്. ഇത്ര നേരം കുത്തിയിരുന്ന് ഉറങ്ങായിരുന്നു. എന്റെ തല വേറൊരാളുടെ കക്ഷത്തിന്റെ ഇടയിലായിരുന്നു. അയ്യോ, പെട്ടി വലിച്ചെറിയരുതേ. അയ്യോ, ഒരു തളരുത്. ഗുരുവായൂരപ്പ, ഇതെന്തോ മര്യാദയാ? നാശങ്ങള്. ഇന്ന് ആരെയാണ് കണി കണ്ടത്? ഒരു നാരങ്ങ വെള്ളം വേണം. കുറുപ്പേ, എനിക്ക് പോയിട്ട് ലേശം അത്യാവശ്യമുണ്ട്. ഒന്ന് നോക്കിക്കോണേ. ശരി സർ. ഹായ് പട്രേ. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി. കേറ്. സാരമില്ല, ഞാൻ വന്നിട്ട് 5 മിനിറ്റ് ആയുള്ളൂ. രാമമൂർത്തി ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വരികയാണെങ്കിൽ കീ ഇവിടെ ഉണ്ടാവും. വലിയ വീടാണല്ലോ, വാടക കുറെ ആവോ? ചുളുവിന് കിട്ടിയതല്ലേ, 1000 രൂപയ്ക്ക്. ഒരു ഗൾഫുകാരന്റെ വീടാ, പുള്ളിക്കാരൻ സ്ഥലത്തില്ല. മാസാമാസം കൃത്യമായി വാടക അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. പണിക്ക് ആളില്ലേ ഇവിടെ? ഇതിനകത്തെ കോലം കണ്ടിട്ട് ചോദിച്ചോ? ഒരുത്തനോട് ഏർപ്പാട് ചെയ്തിട്ട് ഒരാഴ്ചയായി. ആളെ കിട്ടണ്ടേ? ഞാൻ മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായി മറ്റു 2 അലവലാദികളും കൂടിയുണ്ട്. ഒരുത്തൻ SBTയിലെ കാഷ്യറാ, പേര് പവിത്രൻ. എന്ത് കാര്യത്തിന് എള്ളു കയറി കണക്ക് പറയും. ചുരുക്കി പറഞ്ഞ മഹാനക്കി. ഇവിടുത്തെ കണക്കപ്പിള്ള കം പർച്ചേസ് ഓഫീസർ. 8 രൂപയുടെ ക്യാബേജ് തോരൻ കൂട്ടിയാലേ ശരിയാവത്തില്ല. താൻ ബീറ്റ്റൂട്ട് എടുക്ക്. അതും സാറിന് ശരിയാവില്ല. ശരിയാവില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. തക്കാളിയുടെ വില പറയണം. 7.80. 1 കിലോയ്ക്കാണോ? അല്ല, 1/4 കിലോയ്ക്ക്. വേണമെങ്കിൽ വാങ്ങിയാ മതി സാറേ. തക്കാളി ഒരു 1/2 കിലോ വേണമായിരുന്നു. എങ്ങനെ കൊടുക്കുന്നു പറ. തൂക്കി നല്ല കട്ടിയുള്ള പത്രക്കടലാസ് പൊതിഞ്ഞു കൊടുക്കും. എന്താ വേണോ? തമാശ പറഞ്ഞതാ? അല്ല, കോമഡി. കുറെ നേരം ആയല്ലോ മനുഷ്യനെ മെനക്കെടുത്താൻ തുടങ്ങിയിട്ട്. കാശ് എടുക്കണം സാറേ. എത്രയായിരുന്നു പറ. 12 രൂപ 95 പൈസ. സാധനങ്ങളുടെ വില പോയൊരു പോക്കേ. ഈ കണക്കിന് മനുഷ്യൻ തെണ്ടിയത് തന്നെ. ബാക്കിതാ. അല്ല, 12.95 ഇത് മുഴുവനായില്ല. ഒരു 5 പൈസയുടെ കുറവുണ്ട്. അങ്ങനെ ഇപ്പൊ കുറക്കണ്ട. ഇങ്ങടുത്തെ ചില്ലറ ഇല്ല സാറേ. ചില്ലറ ഇല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് വരണം. 5 പൈസ വെറുതെ കിട്ടൂല്ലോ. ഒരു 4 ഇങ്ങടുത്തെ. എന്തെടുത്താലും ഒരു 95ന്റെ കണക്ക്. ഇതെന്താണ്, ബാറ്റയുടെ ചെരിപ്പ? ചേട്ടാ, 2 കറിവേപ്പില ഞാൻ എടുത്തോട്ടെ. ഓസിൽ കൊടുക്കാൻ ഇവിടെ കരിവേപ്പില ഇല്ല സാറേ. സാറ് ചെല്ലേ. അപ്പോഴേ നാളെ മുതലേ അപ്പുറത്തെ കടയിൽ നിന്ന് മലക്കറി വാങ്ങിയാ മതി. എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ആലോചിച്ചോളാം. എൻ്റെ ഒരു പുളുത്തിയ കട. അപ്പുറത്തെ കടക്കാരൻ ഇത് തന്നെ പറഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി വേറൊരുത്തനുണ്ട്. കക്ഷി മെഡിക്കൽ റെപ്പാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് കമ്പനിയുടെ ഗുഡ് സർവീസ് സെന്ററി വാങ്ങിയവനാ. യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു.
ആള് സ്മാർട്ടാ. പക്ഷെ ഒരേ ഒരു വീക്ക്നെസ്, അവന്റെ ഭാഷയെ പറഞ്ഞ ഒരു ത്രില്ല് എന്ന് വെച്ചാൽ ഒരുമാതിരി കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കണ്ട കേറി അങ്ങ് പ്രേമിക്കും. പ്രേമിക്കുന്നത് പോലെ തന്നെ തഴയാനും എടുക്കന. തിരുവല്ലാക്കാരൻ അച്ചായൻ. എന്താണ് ആ കക്ഷിയുടെ പേര്? മാത്യു നയനാൻ കോശി. ബഹളം ഉണ്ടാക്കരുത്, സമാധാനമായിട്ട് നില്ല്. ബഹളം ഉണ്ടാക്കരുത്. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ തങ്ക മനേഴ്സിന് ദാ പേന, ഇതിന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. ആ മേഴ്സിക്കുട്ടിക്ക് കീ ചെയിൻ. എന്ത് കിട്ടിയാലും പൂട്ടി വെക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് കീ ചെയിൻ. ആ മേരിക്കുട്ടിക്ക് ഡയറി. ജീവിതാനുഭവങ്ങൾ എഴുതാൻ കുറെ കടലാസ് താളുകളാവട്ടെ എന്ന് കരുതി. ആ വഹീദയ്ക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു സാധനം ഇതാവിടി. എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ, ബാക്കി എനിക്ക് അപ്പുറത്ത് കൊടുക്കാനുണ്ട്. ഓക്കെ? അല്ല സിസ്റ്റർ പുതിയതായിട്ട് വന്നാണോ? അതെ, ഞാൻ കോട്ടയം സീജയിലായിരുന്നു. പേരെന്താ? സിസിലി. ബ്യൂട്ടിഫുൾ നെയിം. മിസ്സാണോ മിസ്സസ് ആണോ? മിസ്സാണ്. സിസിലി സിസ്റ്ററിന് ഒരു പേനയും കീ ചെയിനും ഇരിക്കട്ടെ. അപ്പൊ എഴുതുകയും പൂട്ടുകയും ഒക്കെ ചെയ്യാമല്ലോ. എനിക്ക് ഡോക്ടർ മനോമോഹനെ ഒന്ന് കാണണം. അടുത്ത പ്രാവശ്യം ഗംഭീര ഗിഫ്റ്റുകളാണ്. ഓക്കെ? സിസ്റ്ററെ, ഈ ഡോക്ടർ മേബിൾ സൈമൺ പുതിയ ഡോക്ടറാ? ഞാൻ ചാർജ് എടുത്തതേ ഉള്ളൂ. എനിക്കൊന്ന് കാണണമായിരുന്നില്ല. ഇപ്പൊ തന്നെ കാണാം. താങ്ക് യു. May I come in? Yes. ഈ പച്ചക്കറിയുടെയും പെട്രോളിന്റെയും കൂടെ വില കണക്കൂട്ടി വരുമ്പോ മട്ടൻ മേടിക്കലാണ് ലാഭം. പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വില കൂടിയ മനുഷ്യന്റെ കുടുംബം തറവാടായി പോവും. മനസ്സിലായില്ല? രാമമൂർത്തി നാലാമൻ. നാലാമനോ? അതെ, പവിത്രനല്ലേ? അതെ. ആഹാ, നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു? ഇല്ല. ഈ രാമമൂർത്തിയുടെ കോളേജ് അഡ്മിഷന് വേണ്ടിയാണ് അവന്റെ അച്ഛന്റെ കളവപ്പ് ഞാനിട്ടതും പ്രിൻസിപ്പൾ രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയത്. ആ രാമമൂർത്തിയാണല്ലേ ഈ രാമമൂർത്തി? രവീന്ദ്രൻ 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു സ്വാമി വരുന്നുണ്ടെന്ന്. ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഇങ്ങനെ എന്നാ ശരിയാവൂല. അടുക്കളയിലോട്ട് കയറി ചായ ഇട്. നീ എടുത്താലെന്താ? ചായ പുളിക്കോ? പുളിക്കൊന്നും ഇല്ല. ഇന്ന് എന്റെ ഡ്യൂട്ടി അല്ലേ, തന്നെ താനെങ്കിൽ ചെയ്താൽ മതി. അല്ല, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വേണ്ട വേണ്ട, ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്വാമിക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു. അധികം താമസിയാതെ കൊടുക്കും. അതെന്താ? ദേ മൂർത്തി, ഇവിടെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ആഴ്ചയിൽ 2 ദിവസം ഡ്യൂട്ടി. ഞായറാഴ്ച എല്ലാവർക്കും തുല്യ പങ്കാളിത്തം, കോമൺ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുക, വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക, പിന്നെ ഈ കക്കൂസും കുളിമുറിയും ഒക്കെ നല്ലപോലെ തേച്ച് കഴുകി ബ്രഷ് കൊണ്ടല്ല കൈ കൊണ്ട്. പേടിക്കൊന്നും വേണ്ട, വൃത്തിയാക്കലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് വന്നു കയറിയപ്പോഴേ മനസ്സിലായില്ലേ? ഇനി സ്വാമിയോട് വന്ന സ്ഥിതിക്ക് നമുക്ക് ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം വരുത്തണം. മാറ്റമൊക്കെ വരുത്തിയിട്ട് എല്ലാം തനിയെ അങ്ങ് ചെയ്താൽ മതി. ഇനി എന്നെ കൊണ്ട് ചെയ്യേ പണി. അതെ സ്വാമി, ആ ബാങ്കിലെ തൂപ്പുകാർ സ്ത്രീയോട് പറഞ്ഞ് നല്ല ഒന്നാന്തരം ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. ദേ ഇവൻ കേക്കില്ല. ഓ, എങ്കിൽ പിന്നെ സൗകര്യമായല്ലോ. നീയൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. എനിക്കറിയാം. നീ ലീവ് എടുത്തിരുന്നോ? വേണ്ടത് ആരെങ്കിലും പറഞ്ഞോ? അല്ലേ മോൻ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ ആ ചായക്കടക്കാരൻ നാരായണൻ നായരോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം നല്ല ബെസ്റ്റ് കുക്കിനെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മുടെ ഒരു തലയിലെടുത്ത്. ആള് നാറിയാണെങ്കിലും ആ മാത്യു പറയുന്നതാ കാര്യം. മൂർത്തി എന്നൊരു കുളിയൊക്കെ പാസ്സാക്ക്. അപ്പോഴത്തേക്ക് അവൻ ചായ ഇടും. പിന്നെ ചായ വേണം. ഇതൊക്കെ ഒരു ജാട.